നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഇൻഡസ്ട്രി ഹിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 1997 മുതൽ 2025 വരെ, അതായത് കഴിഞ്ഞ 28 വർഷങ്ങളായി മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ഇൻഡസ്ട്രി ഹിറ്റായ സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1997 ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ചിത്രമായിരുന്നു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതി രേവതി കലാമന്ദിറിന്റെ ബാനറിൽ ജി സുരേഷ് കുമാർ നിർമ്മിച്ച ആറാം തമ്പുരാൻ എന്ന ചിത്രം. നമുക്കറിയാം, ഇന്നും ഒരുപാട് റിപ്പീറ്റ് ഓഡിയൻസ് ഉള്ള ഒരു ചിത്രം കൂടിയാണ് ആറാം തമ്പുരാൻ. മികച്ച ഗാനങ്ങളും പാശ്ചാത്തല സംഗീതം കൊണ്ടും വളരെ സമ്പന്നമായിരുന്നു ഈ ചിത്രം. ഏതായാലും 1997 മലയാളത്തിൽ നിന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയായിരുന്നു ആറാം തമ്പുരാൻ എന്ന ചിത്രം. ഈ ചിത്രം വലിയ വിജയമായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിക്കുന്നത് 2000 ആണ്ടിലാണ്. 2000 വർഷത്തിൽ ഷാജി കൈലാസ് തന്നെ സംവിധാനം ചെയ്ത് രഞ്ജിത്ത് തിരക്കഥ എഴുതിയ നരസിംഹം എന്ന ചിത്രമായിരുന്നു 2000 ആണ്ടിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചത്. വലിയ രീതിയിൽ ഹിറ്റായ ചിത്രമായിരുന്നു നരസിംഹം. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നും ആ സിനിമക്ക് ഒരുപാട് ആരാധകരുള്ള ഒരു പ്രത്യേക തരം ജോണറാണ് ആ സിനിമ. പിന്നീടുള്ള കാലങ്ങളിൽ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ചില വിമർശനങ്ങളൊക്കെ ആ ചിത്രത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ പോലും ഓൾ ഓവർ ആ ചിത്രം വലിയ രീതിയിൽ കളക്ഷനും വലിയൊരു വിജയവും അന്നത്തെ കാലത്തെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിരുന്നു. ഏതായാലും 1997 ആറാം തമ്പുരാന്റെ റെക്കോർഡ് തകർത്തത് 3 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ നരസിംഹം എന്ന ചിത്രമായിരുന്നു. ഇത് ആശീർവാദ് സിനിമാസിന്റെ ആദ്യ സംരംഭം കൂടിയായിരുന്നു. നരസിംഹം എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മലയാളത്തിൽ പിന്നീടൊരു ഇൻഡസ്ട്രി ഹിറ്റ് നടക്കുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 2005 അന്നത്തെ കാലത്തെ പുതുമുഖ സംവിധായകനായിരുന്ന അൻവർ റഷീദിന്റെ ആദ്യ ചിത്രമായ രാജമാണിക്യം വലിയ രീതിയിൽ കളക്ഷൻ നേടുകയും വലിയ വിജയമാകുകയും ഏതാണ്ട് 250ഓളം ദിവസം പ്രദർശനം തുടരുകയും തുടർന്ന് ഇൻഡസ്ട്രി ഹിറ്റടിക്കുകയും ചെയ്തു. ടി എ ഷാഹിദായിരുന്നു ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. മമ്മൂക്കയായിരുന്നു നായകൻ. ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ചിത്രത്തിന് കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഇടിച്ചു കയറിയ സന്ദർഭമായിരുന്നു ആ ദിവസങ്ങൾ. ഈ ഇൻഡസ്ട്രി ഹിറ്റായ രാജമാണിക്യത്തിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തൊട്ടടുത്ത വർഷം, അതായത് 2006 ക്ലാസ്മേറ്റ്സ് എന്നൊരു ചിത്രം വന്ന് വലിയ രീതിയിൽ മലയാളത്തിൽ വിജയം നേടുകയുണ്ടായി. തുടർന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയുണ്ടായി. ജെയിംസ് ആൽബർട്ടിന്റെ തിരക്കഥയ്ക്ക് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ്. താരതമ്യേന അന്നത്തെ യുവതാരങ്ങളായിരുന്ന പൃഥ്വിരാജ്, ജയസൂര്യ, നരൻ, ഇന്ദ്രജിത്ത് എന്നിവർ അഴിഞ്ഞാടിയ ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ്. യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് ക്യാമ്പസ് പ്രേക്ഷകർക്കിടയിൽ വലിയ തരംഗമാണ് അന്നത്തെ കാലത്തെ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം ഉണ്ടാക്കിയിരുന്നത്. വലിയ രീതിയിൽ കേരളത്തിൽ സ്വീകാര്യത കിട്ടിയ ഈ ചിത്രം മലയാളത്തിൽ പിന്നീട് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയായിരുന്നു. അങ്ങനെ 2005 രാജമാണിക്യത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിക്കുന്നത് തൊട്ടടുത്ത വർഷം, അതായത് 2006 ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ക്ലാസ്മേറ്റ്സിന്റെ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മലയാളത്തിൽ പിന്നീടൊരു ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിക്കുന്നത് 2 വർഷം കഴിഞ്ഞ് 2008 താരസംഘടനയായ അമ്മയും നടൻ ദിലീപും ചേർന്ന് നിർമ്മിച്ച് ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവർ കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതി ജോഷി സംവിധാനം ചെയ്ത 2020 എന്ന ചിത്രമായിരുന്നു 2008 ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ചിത്രം. അമ്മ അസോസിയേഷൻ നിർമ്മിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ആ അസോസിയേഷനിലുള്ള എല്ലാവരും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നതും ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പോസിറ്റീവ് ഘടകങ്ങളായി. വലിയ രീതിയിൽ ഹിറ്റടിച്ച ഈ ചിത്രം അങ്ങനെ 2008 ഇൻഡസ്ട്രി ഹിറ്റ് നേടുകയും ചെയ്തു. 5 വർഷത്തിനു ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2013 മലയാളത്തിൽ പിന്നീട് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യമായിരുന്നു ആ ഇൻഡസ്ട്രി ഹിറ്റ്. നമുക്കറിയാം, കുടുംബ പ്രേക്ഷകർ വളരെ കാലത്തിന് ശേഷം, വളരെ വലിയ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഇടിച്ചു കയറിയ ചിത്രമായിരുന്നു ദൃശ്യം.
തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് മോഹൻലാലിന് വലിയ റിലീഫ് കിട്ടിയ ചിത്രം കൂടിയായിരുന്നു ദൃശ്യം. എന്തായാലും 2020 എന്ന 2008 ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം പിന്നീട് മലയാളത്തിൽ സംഭവിച്ച ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ് ദൃശ്യമാണ്. അതായത് അവിടുന്ന് 2008 ശേഷം 2013 നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പിന്നീട് മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിച്ചത്. ദൃശ്യം എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മലയാളത്തിൽ പിന്നീട് സംഭവിച്ച ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം 2016 പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൃശ്യം എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിന് തുടർച്ചയായ പരാജയങ്ങൾ. അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ വലിയ റിലീഫ് തന്നെയായിരുന്നു പുലിമുരുകൻ. വൈശാഖ് സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണ സ്ക്രിപ്റ്റ് ചെയ്ത ഈ ചിത്രം അന്നത്തെ കാലത്ത് വലിയ രീതിയിൽ ഹിറ്റായിരുന്നു. ഇന്നും തിയേറ്ററിലെത്തിയ ആളുകളുടെ ഫുട്ടേജുകളും റഷുമൊക്കെ യൂട്യൂബിൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. വലിയ രീതിയിൽ കളക്ഷൻ നേടിയെടുത്ത ഈ ചിത്രം മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി നേടുന്ന ചിത്രം എന്ന റെക്കോർഡും പുലിമുരുകൻ സ്വന്തമാക്കി. അങ്ങനെ ദൃശ്യത്തിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷം 2016 പുലിമുരുകൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയുണ്ടായി. പുലിമുരുകന് ശേഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ 7 വർഷത്തെ ഒരു നീണ്ട ഗ്യാപ്പായിരുന്നു അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് പറക്കാനായിട്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും കോവിഡൊക്കെ വന്ന് നമ്മൾ ലോക്ക്ഡൗണിലായി ഏകദേശം 1 വർഷത്തോളം അല്ലെങ്കിൽ 2 വർഷത്തോളം ലോക്ക്ഡൗണിലൊക്കെ ആയത് ഈ ഒരു പീരീഡിലാണ്. എന്തായാലും 2016 പുലിമുരുകൻ ഇറങ്ങിയ ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം 2023 മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടാകുന്നത്. അത് 2018 എന്ന ചിത്രമായിരുന്നു. കേരളത്തിൽ 2018 സംഭവിച്ച ഫ്ലഡിനെ അടിസ്ഥാനമാക്കി എത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജൂഡ് ആന്റണി ജോസഫ് ആയിരുന്നു. 2023 വലിയ രീതിയിൽ പ്രേക്ഷകർ ഈ ചിത്രത്തെ സ്വീകരിച്ചു. മലയാളികൾക്ക് പൊതുവെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കൂടി ആയിരിക്കണം വലിയ രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തിയത്. എന്തായാലും 2016 പുലിമുരുകന് ശേഷം 2023 2018 എന്ന ചിത്രം മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയുണ്ടായി. തുടർന്ന് 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഈ വർഷം 2025 ഈ വർഷം ഇറങ്ങിയ തുടരും എന്ന ചിത്രമായിരുന്നു. വലിയ രീതിയിലാണ് ചിത്രത്തെ കേരളത്തിലെ പ്രേക്ഷകർ സ്വീകരിച്ചത്, പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകർ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ ഈ ചിത്രത്തിന് ലഭിക്കേണ്ടായി. ആളുകൾ കേരളത്തിലെ ബോക്സ് ഓഫീസിലേക്ക് മലവെള്ളം പോലെ കുതിച്ചു പാഞ്ഞു. ലിറ്ററലി അങ്ങനെ തന്നെയായിരുന്നു ഈ ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരുന്നത്. അങ്ങനെ 2025 തുടരും എന്ന ചിത്രം മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയുണ്ടായി. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M. രഞ്ജിത്ത് നിർമ്മിച്ച് തരുൺ മൂർത്തിയായിരുന്നു തുടരും എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. തുടരും എന്ന ചിത്രത്തിന് ശേഷം കേവലം 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു അത് സംഭവിച്ചിരുന്നത്. അത് മറ്റൊന്നുമല്ല, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമായിരുന്നു. മലയാളത്തിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ചിത്രം. ഗൾഫ് ഉൾപ്പെടെയുള്ള പുറം രാജ്യങ്ങളിൽ വലിയ അക്സെപ്റ്റൻസ് കിട്ടിയ ചിത്രം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സ്വീകാര്യത നേടിയ ചിത്രം. ഈ ചിത്രം 2025 ഏകദേശം ഒക്ടോബറിൽ മലയാളത്തിൽ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടാക്കി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ചിത്രം ഇതുവരെ നേടിയത് 120 കോടി രൂപയാണ്. അതായത് 30 കോടി ബഡ്ജറ്റുള്ള ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 ഇരട്ടി പ്രോഫിറ്റ് ആയിരിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ ഒക്കെ കൂട്ടുമ്പോൾ എന്തായിരിക്കും പ്രൊഡ്യൂസർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. മാത്രമല്ല OTT സാറ്റലൈറ്റ് കൂടി ബിസിനസ് നടക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ പടം എന്ന് ലിറ്ററലി നമുക്ക് പറയാവുന്ന ചിത്രം തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ളുടെ കുത്തൊഴുക്ക് ആയിരുന്നു ഈ ചിത്രത്തിന് കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഈ ചിത്രത്തെ ഇത്ര വലിയൊരു വിജയമാക്കിയത്. റെക്കോർഡ് അഥവാ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ തിരുത്തപ്പെടാൻ കൂടിയുള്ളതാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഒരു റെക്കോർഡിനും സ്ഥിരതയില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.